നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 16, 2025 ചൊവ്വ. റിയാലിറ്റി, ഓട്ടോ, മീഡിയ തുടങ്ങിയ സെക്ടറുകൾക്ക് ഇന്ന് കാഴ്ചവെക്കാൻ സാധിച്ച മികച്ച പ്രകടനത്തെ തുടർന്നും മാത്രമല്ല എല്ലാ സെക്ടേഴ്സിനും ഇന്ന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് വലിയ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് നിഫ്റ്റിക്ക് 2 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ട് ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്ത്യ US ട്രേഡ് താരിഫിനെ കുറിച്ചുള്ള ചർച്ചകളുടെ മുകളിലുള്ള പ്രതീക്ഷ തുടങ്ങി പ്രധാനമായും 5 ഘടകങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സഹായകമായത്. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് സെൻസെക്സിലും നിഫ്റ്റിയിലും സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ദൃശ്യമായതെങ്കിൽ അതേസമയം ബാങ്ക് നിഫ്റ്റിയിലും ഫിൻ നിഫ്റ്റിയിലും സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ദൃശ്യമായിരുന്നത്. സെൻസെക്സിലും നിഫ്റ്റിയിലും ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഇന്നത്തെ ഡേ ലോയും. ഇന്നത്തെ ഓപ്പണിംഗ് സെക്ഷനിൽ തന്നെ മാർക്കറ്റിന് കരുത്താർജിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് രാവിലെ 10 മണിയോടുകൂടി നിഫ്റ്റിക്ക് 110 പോയിന്റുകളുടെ നേട്ടം ഡേ ലോയിൽ നിന്നും കൈവരിക്കുവാൻ സാധിക്കുകയുണ്ടായി. മാത്രമല്ല ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:25 നിഫ്റ്റിക്ക് അതിന്റെ ഡേ ഹൈ ആയ 25,261 എന്ന ലെവലിൽ എത്തിച്ചേർന്നുകൊണ്ട് റെസിസ്റ്റൻസും നേരിടേണ്ടി വന്നതിനെ തുടർന്ന് 167 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,239 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 594 പോയിന്റുകളുടെ നേട്ടവും ബാങ്ക് നിഫ്റ്റിക്ക് 259 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ ഫിൻ നിഫ്റ്റിക്ക് 102 പോയിന്റുകളും ഇന്ന് നേട്ടം കൈവരിക്കുവാനായി. മാർക്കറ്റിന് കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തെ തുടർന്ന് ഇന്ന് NSEയിൽ 1786 കമ്പനികൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ 993 കമ്പനികൾ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, L&T, മാരുതി സുസുക്കി, ഭാരതി എയർടെൽ, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ശ്രീറാം ഫൈനാൻസ്, ബജാജ് ഫൈനാൻസ്, ടാറ്റ കൺസ്യൂമർ, നെസ്ലെ ഇന്ത്യ, ഏഷ്യൻ പെയിന്റ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടം നേരിടുന്നതായിട്ടും അനുഭവപ്പെട്ടു. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ FMCG ഒഴികെ FMCG സ്ലൈറ്റ്ലി നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. FMCGനെ മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ സെക്ടേഴ്സിനും നേട്ടത്തോടു കൂടി തന്നെ ഇന്ന് വ്യാപാരം ഇന്ന് സാധിക്കുകയുണ്ടായി. ഓട്ടോ, റിയാലിറ്റി, ടെലികോം തുടങ്ങിയ മേഖലകൾ ഇന്ന് 1% നേട്ടം കൈവരിക്കുന്ന കാഴ്ചയും ദൃശ്യമായി. തുടർച്ചയായ ട്രേഡിംഗ് സെക്ഷനിൽ കൈവരിക്കുന്ന നേട്ടം ഇന്ന് ബോർഡർ മാർക്കറ്റ്സിനും നിലനിർത്തുവാൻ സാധിച്ചതിനെ തുടർന്ന് BSE മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിനും 0.6% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. ഇന്ത്യൻ രൂപ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ 16 പൈസയുടെ നേട്ടം കൈവരിച്ചുകൊണ്ട് 88 രൂപ 5 പൈസ എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. GST റിഫോംസിന്റെ ഭാഗമായിട്ട് GST കട്ടിൽ വരാൻ പോകുന്ന പ്രതീക്ഷകളും മാത്രമല്ല ദീപാവലി തുടങ്ങിയ ഫെസ്റ്റീവ് സീസൺ അടുക്കുന്നത് മൂലവും ഓട്ടോ സെക്ടറിൽ വർദ്ധിച്ച പ്രതീക്ഷ ഇന്ന് ഓട്ടോ സ്റ്റോക്സിന്റെ റാലിക്ക് കാരണമായി പല സ്റ്റോക്കുകളിലും ഇൻട്രാഡേ ബേസിസിൽ 3%-ലേറെ റാലിയും ദൃശ്യമായി. തൽഫലമായി നിഫ്റ്റി ഓട്ടോയ്ക്ക് 385 പോയിന്റുകളുടെ നേട്ടം കൈവരിച്ചുകൊണ്ട് 1.5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്ത്യ US ട്രേഡ് ടോക്കിൽ വർദ്ധിച്ച പ്രതീക്ഷ മൂലം ഇന്ന് ടെക്സ്റ്റൈൽ സ്റ്റോക്കുകളിലും റാലി ദൃശ്യമായിരുന്നു. പ്രധാനപ്പെട്ട ടെക്സ്റ്റൈൽ സ്റ്റോക്സ് ആയ KPR മിൽസ്, ഇൻഡോ കൗണ്ട് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്ന് 10%-ലേറെ റാലിയും ഇൻട്രാഡേ ബേസിസിൽ ഇതിനെ തുടർന്ന് ദൃശ്യമായി. ഇന്ന് MGLനും JSW എനർജിക്കും കാഴ്ചവെക്കുവാൻ സാധിച്ച മികച്ച പ്രകടനത്തെ തുടർന്ന് തുടർച്ചയായി ഇന്ന് 5ാമത്തെ ട്രേഡിംഗ് സെക്ഷനും എനർജി സ്റ്റോക്സിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. അതുകൂടാതെ ഇന്ന് സ്വർണത്തിന്റെ വിലയിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേർന്നതിനെ തുടർന്ന് ഗോൾഡ് ഫൈനാൻസിംഗ് കമ്പനികളായ മണപ്പുറം, IIFL ഫൈനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ 3%-ഓളം റാലിയും ദൃശ്യമായി. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ വലിയ നേട്ടത്തിലേക്ക് നയിക്കാൻ കാരണമായ 5 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ആദ്യമായി തന്നെ ഇന്ത്യ US ട്രേഡ് ടോക്കിന് മുകളിലുള്ള പ്രതീക്ഷ വർദ്ധിച്ചത് തന്നെയാണ്. ഇതിന് പ്രധാനമായും കാരണമായത് സൗത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള US-ന്റെ അസിസ്റ്റന്റ് ട്രേഡ് റെപ്രസെന്റേറ്റീവായ മിസ്റ്റർ ബെർണാഡ് ലിഞ്ച് ന്യൂഡൽഹിയിൽ എത്തിച്ചേർന്ന് ഇന്ത്യയുടെ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്.
ഈ ഒരു നീക്കവും അതിനോടനുബന്ധിച്ച പ്രവൃത്തികളുമാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് വലിയ നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സഹായകമായ പ്രധാന ഘടകം. ഫെഡ് പോളിസിയുടെ ഭാഗമായി വരാൻ പോകുന്ന യുഎസിലെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിലുള്ള പ്രതീക്ഷ വർദ്ധിച്ചതാണ് ഇന്നും തുടർച്ചയായിട്ട് നമ്മുടെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം. മാർക്കറ്റ് 25 ബേസിസ് പോയിന്റ് കട്ടാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും ചില അനലിസ്റ്റുകളുടെ വിലയിരുത്തലുകൾ പ്രകാരം 50 ബേസിസ് പോയിന്റ് കട്ട് വരെ ആയേക്കാമെന്നുള്ള ഫോർകാസ്റ്റുകളും വരുന്നുണ്ട്. 25 ബേസിസ് പോയിന്റ് കട്ടാണ് ഫെഡിന്റെ ഭാഗത്ത് നിന്നും നടപ്പിലാക്കുന്നതെങ്കിൽ അത് ഇൻലൈൻ വിത്ത് മാർക്കറ്റ് എക്സ്പെക്ടേഷൻ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വലിയൊരു ചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ കുറവാണ്. എന്നാൽ 50 ബേസിസ് പോയിന്റ് കട്ട് വരികയാണെങ്കിൽ അത് മാർക്കറ്റിനെ വലിയ രീതിയിൽ മുന്നോട്ട് നയിക്കാവുന്ന ട്രിഗറിംഗ് പോയിന്റ് ആയിട്ട് മാറിയേക്കാം. ഇനി അതേസമയം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാതെ സ്റ്റഡി ആയിട്ട് നിലനിർത്തുകയാണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മോശമായിട്ടും സ്വാധീനിക്കും. പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് ആണ് മൂന്നാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് നേട്ടത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഇന്നലെ യുഎസ് മാർക്കറ്റില് നാസ്ഡാക്കിന് ഫ്രഷ് റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുണ്ടായി. S&P 500 അതിന്റെ 52 വീക്ക് ഹൈയുടെ അടുത്തേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുണ്ടായി. മാത്രമല്ല ഡോ ജോൺസ് ഫ്യൂച്ചറും നേട്ടത്തോടു കൂടി തന്നെ ഇന്ന് വ്യാപാരം തുടരുകയുണ്ടായി. അതുകൂടാതെ ലീഡിംഗ് ആയ ഏഷ്യൻ മാർക്കറ്റ്സുകളും ഇന്ന് നേട്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചതും. അതുകൊണ്ട് തന്നെ ഇന്നലെ യുഎസ് മാർക്കറ്റിന് കൈവരിക്കുവാൻ സാധിച്ച നേട്ടവും ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ ഉണ്ടായ പോസിറ്റീവ്നെസ്സും ഇന്ത്യൻ മാർക്കറ്റിനും ഗുണകരമായിട്ട് മാറുകയുണ്ടായി. ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ കൈവരിക്കുവാൻ സാധിച്ച മികച്ച നേട്ടമാണ് നാലാമതായി നമ്മുടെ മാർക്കറ്റിനെ സഹായിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന വർധനവ് ഇമ്പോർട്ട്സിലുള്ള ചിലവ് കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ അത് കോർപ്പറേറ്റ് ഏർണിംഗ്സിനെ വർദ്ധിപ്പിക്കുക മാത്രമല്ല വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമായതുകൊണ്ട് തന്നെ ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ കാഴ്ചവെക്കുവാൻ സാധിച്ച മികച്ച പ്രകടനവും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായിട്ട് മാറുകയുണ്ടായി. അഞ്ചാമതായിട്ട് ഇന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഇടിവാണ് നമ്മുടെ മാർക്കറ്റിന് സഹായകരമായി മാറിയ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഇന്ന് രാവിലെയും ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ ഒക്കെ വില ഉയരുകയുണ്ടായി. എങ്കിലും തുടർന്ന് നമ്മുടെ മാർക്കറ്റിലെ വ്യാപാര സമയത്ത് ക്രൂഡ് ഓയിലിന്റെ വില നേരിയ തോതിലാണെങ്കിലും ഇടിഞ്ഞത് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായി മാറുകയുണ്ടായി. കാരണം ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഇടിവ് ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ അത് ഗ്ലോബൽ മാർക്കറ്റിനും ഇന്ത്യൻ മാർക്കറ്റിനൊക്കെ ഇന്ന് ഗുണകരമായിട്ട് മാറുകയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 22 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടി വ്യാപാരം തുടരുമ്പോൾ 3 യൂറോപ്യൻ മാർക്കറ്റ്സും നഷ്ടത്തോടു കൂടിയിട്ടാണ് നിലവിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഏഷ്യൻ മാർക്കറ്റ്സിൽ സിംഗപ്പൂർ, ഹോങ്കോങ് മാർക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകളും നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. മുൻപ് പറഞ്ഞ പോലെ തന്നെ ബ്രന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലും ഇന്ന് ഇടിവാണ് അനുഭവപ്പെടുന്നത്. അതേസമയം ഗോൾഡ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്കും എത്തിച്ചേരുകയുണ്ടായി. മാത്രമല്ല നിലവിൽ $18 നേട്ടത്തോടു കൂടി തന്നെയാണ് ഗോൾഡിന്റെ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സൂപ്പർജിത്ത് എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പെർഫോമൻസും സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ട് സെപ്റ്റംബർ 24, 2025 കമ്പനിയുടെ മാനേജ്മെന്റും നിക്ഷേപകരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും എന്നുള്ള വാർത്തകൾ. ക്രിസിൽ ലിമിറ്റഡ് ₹2.40 ഡിവിഡൻഡ് പെർ ഷെയർ നൽകുവാനായിട്ടുള്ള റെക്കമെൻഡേഷൻ കമ്പനിയുടെ ബോർഡ് മീറ്റിംഗിന്റെ ഭാഗമായിട്ട് പുറത്തു വരികയുണ്ടായി. അതുകൂടാതെ മിസിസ് റീന ഷായെ കമ്പനിയുടെ സെക്രട്ടറിയൽ ഓഡിറ്ററായിട്ട് നിയമിക്കുകയും ഉണ്ടായി. മെട്രോപോളിസ് ഹെൽത്ത് കെയർ കമ്പനിയുടെ ഹോൾലി ഓൺഡ് സബ്സിഡറിയായ സെപ്റ്റംബർ 15, 2025 മുതൽ കമ്പനിയിൽ സംയോജിപ്പിച്ചു എന്നുള്ള വാർത്തകൾ. L&T NPCILന്റെ ഭാഗത്ത് നിന്നും കൂടംകുളം ന്യൂക്ലിയർ പ്ലാന്റുമായി ബന്ധപ്പെട്ട് 2500 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. കൃപാലു മെറ്റൽസ് ഇന്ന് IPO BSE SME പ്ലാറ്റ്ഫോമിൽ 20% പ്രീമിയത്തിന്റെ നഷ്ടത്തോടു കൂടിയിട്ട് ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. സുസ്ലോൺ എനർജി കമ്പനിക്ക് 2026 സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും വലിയ ഓർഡർ ടാറ്റ റിന്യൂവബിൾ എനർജിയുടെ ഭാഗത്ത് നിന്നും 838 മെഗാവാട്ടിന്റെ വിൻഡ് പവർ പ്രോജക്ട് ലഭിച്ചു എന്നുള്ള വാർത്തകൾ. തയ്യൂരിയൻ MPS ഇന്ന് IPO NSE SME പ്ലാറ്റ്ഫോമിൽ 22.8% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. തുടർന്ന് 5% റാലിയും ഇൻട്രാഡേ ബേസിസിൽ സ്റ്റോക്കിൽ ദൃശ്യമായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.